ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ജെറിയാട്രിക് കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രായമായവർ അല്ലെങ്കിൽ ഏജ് മുന്നോട്ട് വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല ആൾക്കാരും വലിയ രീതിയിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ കൗൺസിലിങ്ങിലൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള 60+, 70+ ഏജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ വരുന്ന കപ്പിൾസ് തമ്മിൽ, ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തന്നെ ലൈഫിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചില തോട്ട്സ് ആയിരിക്കാം അവരുടെ ഉള്ളിലുണ്ടാവുക. അങ്ങനെ പല രീതിയിലുള്ള ജിറിയാട്രിക് പ്രോബ്ലംസ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് സൈഡിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അത് എങ്ങനെ കുറേ കൂടെ ബെറ്ററായിട്ട് നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കുറേ കൂടെ ബെറ്ററായിട്ട് എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് റിട്ടയർമെൻ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ റിട്ടയർമെൻറ്റ് പലരും എയിം ചെയ്യുന്നുണ്ട്. ഒരു 40 ഇയർ ഓൾഡ് ആകുമ്പോൾ, 50 ഇയർ ഓൾഡ് ആകുമ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ജോലിയൊക്കെ എനിക്ക് തീർത്തിട്ടൊന്ന് സ്വസ്ഥമായിട്ടിരിക്കണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട വളരെ സൂപ്പർ സ്മാർട്ടായിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെൻസിനെ ഞാൻ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. 70+ ആയിട്ടുള്ള അവരൊക്കെ 40 ഇയർ ഓൾഡ്, 40ഓളം വർഷം അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യുകയും പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ് ആവുകയും മൾട്ടിപ്പിൾ റോൾസ് അവർ ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവരൊരു എക്സോസ്റ്റഡ് ആവുകയാണ് ഒരു 60 അല്ലെങ്കിൽ 62 ഇയർ ഓൾഡൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവർ തന്നെ ആഗ്രഹിച്ചിട്ട് വോളണ്ടറി ആയിട്ട് റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം. അവർക്ക് വേണമെങ്കിൽ വീണ്ടും അവരുടെ ആ കരിയർ പാത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ടായിരുന്നിട്ടും അവർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ റിട്ടയർമെൻറ്റ് ലൈഫ് എയിം ചെയ്ത് പോകുന്ന ചില ആൾക്കാരെ ഞാൻ ഈ അടുത്ത് കാണുവാനിടയായി. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വളരെ ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ബ്രെയിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ ആക്റ്റീവായിട്ടുള്ള ഏജിലാണ് ഈ ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സർവീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 56നും 60 ഇയർ ഓൾഡിനും ഇടയിലാണ് മോസ്റ്റ് ഓഫ് ദ റിട്ടയർമെൻറ്റ് നടക്കുന്നത്. പക്ഷേ അവരുടെ ഒരു ലൈഫ് സ്പാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അറൗണ്ട് 20 to 30 ഇയേഴ്സ് ഓൾഡ്, അതായത് 80 to 90 ഇയർ ഓൾഡ് വരെ ജീവിക്കുന്നതാണ്. അതിൽ അറ്റ്ലീസ്റ്റ് 10 to 15 ഇയർ ഓൾഡ് ആക്റ്റീവായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ. അതായത് അറൗണ്ട് 70 അല്ലെങ്കിൽ 75 ഇയർ ഓൾഡ് വരെ തന്നെ മിക്കവാറും ആൾക്കാർക്കൊക്കെ തന്നെ ആക്റ്റീവായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും. പക്ഷേ ഈ ഒരു റിട്ടയർമെൻറ്റ് ഫാക്ടർ അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചിലപ്പം വോളണ്ടറി അവർ എയിം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കമ്പൽസറി അവരെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കും. എനിവേ ഈ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇവരുടെ ആക്ടിവിറ്റികളിലൊന്നും എൻഗേജ്ഡ് ആവാതെ അവർ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ചില ആൾക്കാരൊക്കെ കുറച്ച് ഹാപ്പി ആയിരിക്കും, ചിലർ ആദ്യമേ തന്നെ വീക്കായി പോകും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ആദ്യം കുറച്ച് നാൾ എൻജോയ് ചെയ്യുമെങ്കിലും ഒരു 2 ഇയർ അല്ലെങ്കിൽ ഒരു 4 ഇയർ ഒക്കെ കഴിയുമ്പോൾ അവരുടെ ആ ഒരു എനർജിയും എന്തൂസിയാസവും ഒന്നും യൂട്ടിലൈസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്റ്റാഗ്നൻ്റ് അല്ലെങ്കിൽ ഒരു മടുപ്പ് അവർ ഫീൽ ചെയ്യുന്നതായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ലൈഫിൽ റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കുന്നതായ കാര്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എയിം ചെയ്ത് പോവാതെ ലൈഫിൽ പറ്റുന്നിടത്തോളം വർക്ക് ചെയ്യുക. നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ബോർഡം എന്ന് പറയുന്ന വളരെ സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ നമ്മളിൽ ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. കാരണം ബോർഡം എന്ന് പറയുന്നത് വലിയ രീതിയിൽ നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്നും നമ്മൾ സാധാരണ വർക്ക് ചെയ്ത് എല്ലാ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന കാര്യമാണ് ഒരു ദിവസം ലീവ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം അവധി കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷേ നമുക്ക് ആ ലീവ് ഇങ്ങനെ നീണ്ടു പോയാലോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ ലോക്ക്ഡൗണിലൊക്കെ സംഭവിച്ചതുപോലെ വലിയ രീതിയിലുള്ള ബോർഡമാണ് ആക്ച്വലി സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ലൈഫിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരു ഗുഡ് സ്ട്രാറ്റജി അല്ല. അത് നമ്മളെ ലൈഫിൽ കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കാണ് കൊണ്ടുപോകുക. അപ്പോൾ അതുകൊണ്ട്
തീർച്ചയായിട്ടും ലൈഫിൽ പ്രത്യേകിച്ച് ജെറിയാട്രിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏജ് മുന്നോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ ലൈഫിൽ അവർ ഒരു റിട്ടയർമെൻ്റ് എടുത്ത് വെറുതെ ഇരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ലൈഫ് ഫുൾഫിൽഡ് ആയിട്ടും ലോങ് ടൈം ബെനിഫിഷ്യലായിട്ടും കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അവർ എത്ര ഏജ്ഡ് ആണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ജോലിയിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ US പ്രസിഡൻറ്റ് ട്രംപ് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ ഇപ്പോഴും ഗോൾഫ് കളിക്കാനും അങ്ങനെ വലിയ രീതിയിൽ തൻ്റെ ബിസിനസ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്ന് സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം നമ്മുടെ ലൈഫിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഫുൾഫിൽമെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈഫിലെ ഒരു എന്താ പറയുക അൺറിയലിസ്റ്റിക് പാത്വേയിലാണ് നിങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ലൈഫിനെ കൊണ്ടുവരികയാണെങ്കിൽ ലൈഫ് കുറേ കൂടെ സ്ട്രാറ്റജിക്കായിട്ട് റാഷണലായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.